അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളെ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി വെബ്സൈറ്റാണ്. ഇതിൽ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓരോ വർക്കിനും നിങ്ങൾക്ക് ഏകദേശം ഒരു $10 നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൽ മിനിമം വിഡ്രോവൽ ഇല്ല. നമുക്ക് എത്ര എമൗണ്ടാണ് നമ്മുടെ വാലറ്റിൽ വരുന്നത് അത് നമുക്ക് ഡയറക്റ്റ് പേപ്പാൽ ത്രൂ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ലിങ്കുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂസ് കിട്ടും. ഇതിൽ ഐ അഗ്രി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ആ ഒരു ബോക്സ് ഒന്ന് ടിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ താഴെ കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക്, അതേപോലെ തന്നെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ, ഇങ്ങനത്തെ 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ വഴി സൈനപ്പ് ചെയ്യാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് വഴി സൈനപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പോയിക്കാണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇനി പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഗൂഗിളാണെന്നുണ്ടെങ്കിൽ ആ ഗൂഗിളിൻ്റെ ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. ഇനി ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ ഏറ്റവും ബെറ്റർ ഗൂഗിൾ വഴി സൈനപ്പ് ചെയ്യലാണ്. അപ്പോൾ ഏതായാലും ഞാൻ ഗൂഗിൾ സെലക്ട് ചെയ്യുകയാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ അക്കൗണ്ടുകളും കാണിക്കും. അതിൽ നിങ്ങൾ ഏത് ഗൂഗിൾ അക്കൗണ്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ഒരു പേജൊക്കെ വരും. അതിൻ്റെ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേഴ്സണലൈസ് യുവർ പ്രൊഫൈൽ, അതേപോലെ തന്നെ ഇൻട്രോ ടു റിമോട്ട് ടാസ്ക്, സെക്യൂരിറ്റി ട്രെയിനിങ്, അങ്ങനത്തെ 3 സ്റ്റെപ്സാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ താഴെ നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് കിട്ടും. ഇതിൽ മുകളിലുണ്ട് ഫുൾ ടൈം, പാർട്ട് ടൈം, അത് ജസ്റ്റ് ട്രൈയിങ് ഔട്ട്. നിങ്ങൾക്ക് ഇത് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഫുൾ ടൈം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആഴ്ച ഏകദേശം 20 മണിക്കൂറിലധികം വർക്ക് ചെയ്താൽ മതി. പാർട്ട് ടൈം ആണെന്നുണ്ടെങ്കിൽ 20 മണിക്കൂറിന് താഴെ ഒരാഴ്ച വർക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിന് താഴെ നമ്മളോട് ലാംഗ്വേജ് ആഡ് ചെയ്യാൻ പറയും. അവിടെ നിങ്ങൾ ഓൾറെഡി ഇംഗ്ലീഷ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്കവിടെ ആഡ് ലാംഗ്വേജ് കൊടുത്താണ്ട് മറ്റു ലാംഗ്വേജ് നമ്മൾ ഇതിന് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ കുറച്ച് ലാംഗ്വേജസ് ഉള്ളൂ, ഇംഗ്ലീഷ്, അറബി, അങ്ങനത്തെ കുറച്ച് ലാംഗ്വേജസ് മാത്രമേ ഇതിൽ അവൈലബിൾ ഉള്ളൂ. അതിൻ്റെ താഴെ തന്നെ നമ്മളോട് കൺട്രി ചോദിക്കും. ആ കൺട്രി നമ്മളവിടെ കൺട്രി സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ അടിക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഡിവൈസ് വിൽ യു ബി യൂസിങ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ചോദിക്കും. അവിടെ നിങ്ങൾ ആ ഒരു ബോക്സിനടുത്ത് ചെറിയൊരു ആരോ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ അതിലുണ്ട് കമ്പ്യൂട്ടർ, ഡെസ്ക്ടോപ്പ്, ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ, ആൻഡ്രോയിഡ് ടാബ്ലറ്റ്, ഐഫോൺ, ഐപാഡ്, അതർ. അപ്പോൾ അതിൽ നിങ്ങൾ ഏത് ഡിവൈസാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതതിന് സെലക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ അതിൻ്റെ താഴെ ഉണ്ടാവും വാട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ ഡു യു ഹാവ് ആക്സസ് ടു, നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇത് ചോദിക്കും. ഇതിൽ നിങ്ങൾ ലെസ് ദാൻ 5 Mbps. അപ്പോൾ നിങ്ങൾ ഇത് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൻ്റെ താഴെ നമ്മളോട് ചോദിക്കണേ വാട്ട് ഈസ് യുവർ കമ്പ്യൂട്ടർ റാം, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ റാമാണ് ചോദിക്കുന്നത്. നിങ്ങൾ മൊബൈൽ ഫോണാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു 4GB അല്ലെങ്കിൽ 5/8 ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. കമ്പ്യൂട്ടറാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ നമ്മളോട് കമ്പ്യൂട്ടറിൻ്റെ വീഡിയോ കാർഡ് ചോദിക്കും. അതുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ വീഡിയോ കാർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ കൊടുത്താൽ മതി. ഓക്കെ. ഇതൊക്കെ കൊടുത്തതിന് ശേഷം ഏറ്റവും താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എനേബിൾ ആയിക്കൊണ്ട് വരും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വേറൊരു പേജ് ലോഡ് ആയിക്കൊണ്ട് വരും. പിന്നെ വരുന്ന പേജിൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എന്തായാലും വായിച്ച് നോക്കുക. വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അടുത്തതിലേക്ക് നിങ്ങൾ കിടക്കുക. ഓക്കെ. അതൊക്കെ വായിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും. ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ ആൻസർ കൊടുത്ത് പോവുക. ഓരോ ക്വസ്റ്റ്യന് ആൻസർ കൊടുത്തു കഴിഞ്ഞാലും നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. ഓക്കെ. ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിനും അവർ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അതിലെങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ അവർ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അവരുടെ വർക്കുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോസും, പിന്നെ അവരുടെ സെക്യൂരിറ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഹാക്കിംഗ് എന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആൻസർ കൊടുത്ത് പോവുക. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കേണ്ടി വരിക. ആൻസറിൽ ട്രൂ, അതേപോലെ തന്നെ ഫാൽസ്, അങ്ങനത്തെ ഒരു 2 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കൊടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ ട്രൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൂ കൊടുക്കുക, ഫെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഫെയിൽസ് കൊടുക്കുക. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തിന് ചെക്ക് ആൻസർ എന്നുണ്ടാവും. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആൻസർ കറക്റ്റ് ആണോ അല്ലെന്ന് മനസ്സിലാക്കാൻ പറ്റും. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടിക്ക് മാർക്ക് വരും. കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് വീണ്ടും ആൻസർ കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതിന് ശേഷം കണ്ടിന്യൂ കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരും. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ കൊടുക്കുക. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേജ് വരും. ഇതിൻ്റെ ഏറ്റവും താഴെ കണ്ടിന്യൂ എന്നുണ്ടാവും. നമ്മളിപ്പോൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത്, അതായത് ഒരു തിയറി കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്, അപ്പോൾ ഇനി നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സൈൻ അപ്പ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് ട്രെയിനിങ് സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ട്രെയിനിങ് സെക്ഷൻ വരുന്നത്. നമ്മളിവിടെ ഏറ്റവും മുകളിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ ഓരോ ട്രെയിനിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അവിടെ ഇങ്ങനെ ടിക്ക് മാർക്ക് കാണിക്കും. ഇപ്പോൾ നമ്മൾ സൈനപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കോഴ്സ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു.
അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുന്ന് സ്കിപ്പ് ചെയ്യാമായിരുന്നു. പക്ഷേ നിങ്ങൾ അവിടുന്ന് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് ഇവിടെ ടിക്ക് മാർക്ക് കാണിക്കും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവരുടെ കമ്മ്യൂണിറ്റി നമ്മൾ ജോയിൻ ചെയ്യണം. അതേപോലെ തന്നെ അറ്റൻഡ് എ റെമോ ടാസ്ക് വെബിനാർ, അതിൽ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതിനുശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു ട്രെയിനിങ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് പ്രോജക്റ്റിന് ഒരു ട്രെയിനിങ് ഉണ്ടാവും. അതിൽ ഈ ട്രെയിനിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വർക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സെക്കൻഡ് വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ജോയിൻ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിമൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ അവരുടെ കമ്മ്യൂണിറ്റി നമ്മൾ ജോയിൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് ആസ് ഡൺ എന്ന് കൊടുത്താൽ മതി, അത് ടിക്ക് മാർക്ക് വന്നോളൂ. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പേജിലേക്ക് പോകും. അവിടെ താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ് ഇൻവൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതിമൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് പോകും. ആ പ്ലേ സ്റ്റോറിൽ പോയിക്കാണ്ട് നമ്മൾ അവരുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് നമുക്കതിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ നമ്മൾ സൈറ്റ് കയറിയാണ്ട് അവിടെ മാർക്ക് ആസ് ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ, അതായത് അവരുടെ കമ്മ്യൂണിറ്റി നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ താഴെയുള്ള ആ ഒരു ടാസ്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ ആ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് വരുന്നത്, ട്രെയിൻ ഫോർ യുവർ ഫസ്റ്റ് പ്രോജക്റ്റ്. ഇതിൽ അവർ നമുക്കൊരു പ്രോജക്റ്റ് തരും, അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഈ ട്രെയിനിങ് സെക്ഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ വർക്ക് കിട്ടും. ഓരോ വർക്കിനും $10 നിങ്ങൾക്ക് പേയ്മെൻറ്റും കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഏതായാലും അത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഏതായാലും എല്ലാം പാടി കാണിച്ചു തരുന്നില്ല, ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രൊഫൈലിൻ്റെ ഓപ്ഷനിൽ പോവുക. ഇവിടെ നമ്മളെ യൂസർ നെയിം കാണിക്കും, ഏറ്റവും മുകളിൽ നമ്മളെ യൂസർ നെയിം കാണിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ റെമോ ടാസ്ക് ID അതേപോലെ തന്നെ നമ്മൾ ഇമെയിലും കാണിക്കും. അതിൻ്റെ താഴെ ഉണ്ടാവും അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ അക്കൗണ്ട് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മളെ അക്കൗണ്ട് സെറ്റിങ്സ്, അതേപോലെ തന്നെ നമ്മളെ പ്രൊഫൈല്, പിന്നെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി, പിന്നെ പേയ്മെൻറ്റ്. അപ്പോൾ അക്കൗണ്ട് സെറ്റിങ്സിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ റെമോ ടാസ്ക് ID കാണിക്കും, അതേപോലെ തന്നെ ഇമെയിൽ അവിടെ ഓൾറെഡി ഉണ്ടാവും. പിന്നെ നമ്മൾ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കറക്റ്റായിട്ടുള്ള നെയിം ഇവിടെ കൊടുക്കുക. ഓക്കെ, കറക്റ്റ് നെയിം കൊടുത്തതിന് ശേഷം അവിടെ സേവ് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ നമ്മളോട് കോൺടാക്റ്റ് ഇൻഫർമേഷൻ ചോദിക്കും. അവിടെ നമ്മൾ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ആദ്യം നമ്മൾ കൺട്രി സെലക്ട് ചെയ്യണം, എന്നിട്ട് അതിന് ശേഷം നമ്മൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാൻ പറയും. ഓക്കെ, നമ്മൾ ഇന്ത്യ എന്ന് കൊടുക്കുക, ഇവിടെ ഇന്ത്യ ഉണ്ടാവും, ഇന്ത്യ എന്ന് കൊടുക്കുക. അപ്പോൾ അതിന് താഴെ നമ്മളോട് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കണ്ട് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. അത് ടൈപ്പ് ചെയ്ത് കണ്ട് അപ്ഡേറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ അപ്ഡേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് താഴെ വേറൊരു ബോക്സ് വരും. അതിൽ നിങ്ങളെ മൊബൈൽ നമ്പർക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും, ഒരു വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ടാവും. ആ കോഡ് നിങ്ങൾ ആ ഒരു ബോക്സിൽ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ സേവ് കൊടുക്കുക. പിന്നെ നമ്മൾ അക്കൗണ്ട് വെരിഫിക്കേഷൻ ഉണ്ട്. ഇത് നമ്മൾ ID വെരിഫിക്കേഷനാണ്. ഇതിൽ നമ്മൾ പോയിക്കാണ്ട് നമ്മളെ ആധാർ കാർഡോ അല്ലെങ്കിൽ പാൻ കാർഡും അല്ലെങ്കിൽ നമ്മൾ പാസ്പോർട്ടൊക്കെ വെച്ചാണ്ട് നമ്മളെ അക്കൗണ്ട് ഒന്ന് വെരിഫൈ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങളിവിടെ വെരിഫൈ അക്കൗണ്ട് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു പേജ് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് കിട്ടും. ഇവിടെ വി നീഡ് സം ഇൻഫർമേഷൻ ടു ഹെൽപ്പ് അസ് കൺഫേം യുവർ ഐഡൻറ്റിറ്റി. അപ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ചില ഡീറ്റെയിൽസൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇവിടെ ബിഗിൻ വെരിഫൈങ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിമൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് എത്തും. അവിടെ നമ്മളൊരു കൺട്രി ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾ കൺട്രി കൊടുക്കുക, അതിന് ശേഷം സെലക്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പാസ്പോർട്ടാണോ നാഷണൽ ID ആണോ പാൻ കാർഡാണോ ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ഏത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ പാൻ കാർഡ് സെലക്ട് ചെയ്യാണ്. ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇപ്പോൾ ഏതായാലും അതിപ്പോൾ ചെയ്യണില്ല, ഞാനിപ്പോൾ ഫോട്ടോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് പ്രൊഫൈലാണ്. അവിടെ നമ്മൾ പ്രൊഫൈൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാൻ പറയും. ഇവിടെ നമ്മളെ ലാംഗ്വേജ് കൊടുക്കാൻ പറയും. നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള ലാംഗ്വേജ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ കുറച്ച് ലാംഗ്വേജസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് ലൊക്കേഷൻ നമുക്ക് ഇന്ത്യ കൊടുക്കുക, എന്നിട്ട് സേവ് കൊടുക്കുക. നമ്മളെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പാസ്വേഡും കാര്യങ്ങളൊക്കെ കാണിക്കും. അവിടെ നമുക്ക് വേണമെങ്കിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. നമ്മളിവിടെ കറൻറ്റ് പാസ്വേഡ് നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താണ്ട് നമുക്ക് ന്യൂ പാസ്വേഡും കൺഫേം പാസ്വേഡും വേറെ കൊടുത്താണ്ട് നമുക്ക് പുതിയ പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പേപ്പാലുക്കും അതേപോലെ തന്നെ നേരിട്ട് നമുക്കാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് വരിക. അപ്പോൾ കൂടുതൽ ആൾക്കാരുടെ കയ്യിലും പേപ്പാൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ പേപ്പാൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇനി പേപ്പാൽ ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, നമ്മൾ പേപ്പാൽ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അതിലെങ്ങനെയാണ് ID വെരിഫിക്കേഷൻ, നമ്മൾ KYC എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ ഒരു പേപ്പാൽ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ കൺട്രി ഓഫ് റെസിഡൻസിൽ കൊടുക്കുക. നമ്മളെ ഇന്ത്യ എന്നിവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ പേപ്പാലിൻ്റെ ID കൊടുക്കാൻ പറയും. ID എന്ന് പറയുമ്പോൾ നമ്മൾ പേപ്പാലിൻ്റെ ഇമെയിൽ അത് കൊടുത്തുകൊണ്ട് നമ്മൾ സബ്മിറ്റ് കൊടുത്താൽ മതി. നമ്മളത് കറക്റ്റ് ആയിക്കോളും. ഓക്കെ,
അപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് ഇത്ര ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾ ട്രെയിനിങ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓരോ വർക്കിനും നിങ്ങൾക്ക് ഏകദേശം $10 നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അത് പിന്നെ ഇതിൽ വേറെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മിനിമം വിഡ്രോവലില്ല. നമുക്ക് ഇതിൽ നമ്മളെ വാലറ്റിൽ എത്ര എമൗണ്ട് വരുന്നുണ്ടോ അത് ഡയറക്റ്റ് നമ്മളെ പേപ്പാലിലേക്ക് നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എല്ലാ ചൊവ്വാഴ്ചയാണ് ഇതിൻ്റെ ട്രാൻസ്ഫർ വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഓരോ റെഫറൽസിന് നമുക്ക് $5 വെച്ച് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ അതിൻ്റെ ഓപ്ഷന് നമ്മുടെ സൈറ്റിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് പോയിട്ട് കാണാൻ പറ്റും. ഏൺ $5 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റെഫർ ലിങ്ക് കോപ്പി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരെയൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു വെറൈറ്റി വെബ്സൈറ്റാണ്. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഏതായാലും വീഡിയോ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.